ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ എപ്പോഴും റീച്ച് കുറവായിരിക്കും. ഞാൻ റീച്ച് പ്രതീക്ഷിച്ചൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ചില ആളുകൾ അവർ ആത്മീയമായിട്ടുള്ള കച്ചവടം, മതപരമായിട്ടുള്ള കച്ചവടം, ദൈവികമായിട്ടുള്ള കച്ചവടം, ഇങ്ങനെ പല പല കച്ചവടങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഒരു MLM നെറ്റ്വർക്കുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ആളുകളെ കൊണ്ടുവരാം, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്. ഇതിനെക്കുറിച്ച് കൺവിൻസ് ചെയ്താൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു 10 പേരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ആളുകളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നു MLM. പക്ഷെ നിലവിൽ സർക്കാർ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ MLM എന്ന് പറയുന്നതിനെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താനും അതിൻ്റെ അകത്തേക്ക് ആളെ കൊണ്ടുവരാനും ഒക്കെ പല ആളുകളും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ബെറ്ററായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത, സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വ്യക്തി, നമ്മൾ പല സിനിമകളിലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. മലയാളികൾക്ക് പൊതുവെ അറിയാവുന്ന ഒരു പേരായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം നേടാൻ ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആശയം ഇത്രയുമേ ഉള്ളൂ. നമ്മൾക്കൊരു കാര്യം നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്ന ഒരു രീതിയിലും, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലും, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് അഫർമേഷൻസ് ഉപയോഗിച്ച് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കൂടുതൽ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അത് പരിശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ കൂടെ ഈ ലോകം മുഴുവൻ ഉണ്ടാവും. അല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ കയറി ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ടായിട്ടും നമുക്ക് പലപ്പോഴും നേട്ടങ്ങൾ വന്ന് ഭവിക്കാറുണ്ട്. ഇപ്പോൾ ചില യൂട്യൂബ് വീഡിയോസും റീൽസൊക്കെ അല്ലേ, ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന റീൽസൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇയേഴ്സ് ബാക്ക് അവർ ഒന്നും കിട്ടാതെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ അത് ചിലപ്പോൾ അവർക്ക് 10 പൈസ റവന്യൂ ഇല്ലായിരിക്കും. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മീം ചെയ്ത വ്യക്തിക്ക് പോലും കോടിക്കണക്കിന് രൂപ ആ ഒരു മീമിൽ നിന്നും ഒരു കോപ്പിറൈറ്റിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചു. അന്ന് അദ്ദേഹം അത് ചുമ്മാ തമാശയ്ക്ക് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ വായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, അയാൾ ചെയ്തു വെച്ചതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കിട്ടുന്ന ഒരു റിസോഴ്സാണ്, അല്ലെ ഇൻകം റിസോഴ്സാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ MLM നെറ്റ്വർക്കുകളെ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട്, ഞാനിത് ചെയ്തതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾ നിന്നതുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടുന്നു എന്ന് പറഞ്ഞ്, ഞാൻ തൊട്ട് മുമ്പേ ചെയ്ത ഏലസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് ഞാൻ ചില വ്യക്തികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കമൻറ്റിൽ വന്നിട്ട് കുറേ ആളുകൾ ചോദിച്ചു, പേര് പറയടാ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പേര് പറയാനൊന്നുമില്ല. ഇപ്പോൾ മൊഹ്സാൻ മൈസ്റ്റിക് എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 99 രൂപയ്ക്കും 999 രൂപയ്ക്കും കോഴ്സുകൾ വിറ്റുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ക്ലാസ്സുകൾ വിറ്റുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം 50,999 രൂപയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെഡിഷൻ എന്ന് പേരിട്ട ക്ലാസ്സുകൾ വിൽക്കുന്നത്. വിറ്റോട്ടെ, കുഴപ്പമില്ലല്ലേ, പോകുന്നവർ ആവശ്യമുള്ളവരല്ലേ വാങ്ങുന്നത്. പക്ഷേ ഇതും അദ്ദേഹത്തിനെ താങ്ങുന്നവർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് എന്തോ ദൈവിക ശക്തിയുണ്ട്, അത് കാരണം കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു പച്ചിലയെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചാലും നടക്കും. ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനു മുമ്പ്, അതായത് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം വരുന്നതിന് മുമ്പും, ഹിന്ദു മതം എന്ന് പറയുന്ന മതം ഉണ്ടാകുന്നതിന് മുമ്പും, ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നതിന് മുമ്പും ഒക്കെ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു വന്ന മലയാളം പാട്ടിനെ ഇവിടെ ഞാനൊന്ന് ചെറുതായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തത് മനുഷ്യൻ്റെ അടങ്ങാത്ത ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആ ഒരു ത്വരയുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ നമുക്ക് അമാനുഷികമായൊരു പവറും ഇല്ല. നമ്മളെയൊന്നും സംബന്ധിച്ച് നമുക്കൊരു പനി വന്നാൽ 4 ദിവസം നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. നല്ലൊരു പനിയാണെങ്കിൽ ഈവൻ ഒരു ചെറിയൊരു വൈറസ്, നിപ്പയും കൊറോണയും അടക്കമുള്ള ചെറിയൊരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ ടപ്പെന്ന് അടിച്ചു പോകും. ഇതാണ് നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത്രമേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ മറ്റുള്ള എന്തിലെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ, ആശ്രയം കണ്ടെത്താൻ, നമ്മളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധിക്കുമെന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ വരുന്നു? അപ്പം ഞാൻ അവിടെ കയറിയ സമയത്തൊക്കെ കമൻറ്റ് ബോക്സൊക്കെ ഫുള്ളി പോസിറ്റീവാണ്. ഐ ആം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്, യു ക്യാൻ ഫൈൻഡ് മീ. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ സുധീർ കബീർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു IT പ്രൊഫഷണലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പേജുകളിലും പോസ്റ്റുകളിലും വീഡിയോസിലും എല്ലാം പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ മാത്രം. നെഗറ്റീവ് എന്ന് പറയുന്നൊരു സാധനമില്ല. അയാളുടെ ഗ്രൂപ്പിൽ ഞാൻ കയറി, അതിൻ്റെ അകത്ത് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മെമ്പേഴ്സ് കുറച്ച് പേര് എനിക്ക് മറുപടികളൊക്കെ തരാൻ ശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഡയറക്റ്റ് വരൂ, കോൺഫറൻസിൽ ഡയറക്റ്റ് വരൂ, വന്നിട്ട് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ എന്നോട് ഇങ്ങോട്ട് തട്ടിക്കയറി വന്നു. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. ഒരു ചെറിയൊരു ചർച്ചകളൊക്കെ അവിടെ നടന്നു. അതിനുശേഷം പേഴ്സണലായിട്ട് വന്ന പല ആളുകളും അദ്ദേഹം എന്തോ മഹാനാണ്,
മഹനീയ വ്യക്തിത്വമാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. തമേസ് ബേ LLP എന്ന് പറയുന്ന ഒരു കമ്പനി അടക്കം ഇവിടെ വന്ന ആളുകളെ പറ്റിച്ചുകൊണ്ട് പോയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലൊക്കെ, അതായത് ആ MLM നെറ്റ്വർക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കിട്ടും. ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിനെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ മെൻ്റലിസം പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആർട്ട് ഫോം എന്ന നിലയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലാണ് അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് നമ്മൾ ഒരവകാശവാദവും പറയുന്നില്ല. നമുക്കിതെല്ലാം മറ്റുള്ളവരിൽ നിന്നും കിട്ടിയതാണ്, മറ്റുള്ളവർ പഠിപ്പിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന മനുഷ്യൻ്റെ സബ് കോൺഷ്യസിനെ ട്രിഗർ ചെയ്യുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പല കാര്യങ്ങളിലും പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിൽ തന്നെ പല ആളുകളും നമ്മളുടെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളുകളെ കൊണ്ട് അവരെ കാണിക്കുന്നു, മോഹൻലാലിനെ കാണിക്കുന്നു, മമ്മൂട്ടിയെ കാണിക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പിക്കുന്നതായിട്ടും ഭയങ്കര റിലാക്സേഷനിൽ അവർ മറ്റൊരു സ്ഥലത്തെത്തുന്നതായിട്ടും ഒക്കെ നമുക്കൊരു ഫീൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മാജിക് ടൂൾ പോലെയാണ്, ഒരു മാന്ത്രികതയുള്ള ഒരു ടൂളാണ്, മനസ്സിൻ്റെ ഒരു ടൂളാണ് ഈ പറഞ്ഞ ഹിപ്നോസിസ്. ഇത് എല്ലാവരിലും വർക്കാവും. പണ്ടത്തെ കാലത്ത് എക്സോസിസം ചെയ്യുന്ന ആളുകളും നീ ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റീരിയ ബാധിച്ച ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മളും ആശ്രയത്തിന് കേഴുന്നവരാണ്. ആ ഒരു കേഴലാണ് ഇവിടെ അദ്ദേഹം മുതലെടുക്കുന്നത്. ചിലപ്പോൾ 100 പേരുടെ കാര്യങ്ങളിൽ ഒരാളുടെ കാര്യം അവിടെ നടക്കുന്നുണ്ടാവും. ആ ഒരു പോസിറ്റീവ് കമൻറ്റിനെ മാത്രം ഈ 100 പേരുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് പോസ്റ്റിൽ പുഷ് ചെയ്യും. ബാക്കിയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതും അത് ബാക്കിയുള്ളതും എല്ലാം അയാൾ ഡിലീറ്റ് ചെയ്യും. ഇത് അവരുടെ ടീമായിട്ട് ചെയ്യുന്നതാണ്. ഇനി ഞാൻ എന്താണ് പറയാൻ വരുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ ഇവിടെ നടക്കുന്നതല്ലേ, സാധാരണ സംഭവമല്ലേ. ഈ എക്സ്പെഡിഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ ചെല്ലണമെങ്കിൽ 50,999 രൂപ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഇതിന് പൈസ ഒന്നും വാങ്ങുന്നില്ല, ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ നമ്മളിതിന് പൈസ ഒന്നും വാങ്ങുന്നില്ല. ഞാൻ ആക്ച്വലി മെൻ്റലിസത്തിൻ്റെ ഹിപ്നോട്ടിസത്തിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ കൊടുത്തിരുന്ന ഒരാളാണ്. എനിക്ക് നല്ല രീതിയിൽ കോസ്റ്റ് പോയിട്ടുണ്ട്. ഞാൻ പക്ഷേ അത് ഒരു സേവനം എന്ന നിലയിലാണ് ചെയ്തത്. ഇന്നിപ്പോൾ സെർവറുകളുടെയൊക്കെ പേയ്മെൻറ്റ് വലിയൊരു പേയ്മെൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ പെയ്ഡ് വെർഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ. അത് വളരെ എന്താ പറയുക, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പഠിക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. ഇവിടെ ആളുകളുടെ ബിലീഫ്, ആളുകളുടെ വിശ്വാസം, അതിനെ മാത്രം മുതലെടുത്തുകൊണ്ട് ഈ ഒരു സംഭവം ചെയ്യുമ്പം എന്താണ് ബാക്കിയുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഭയങ്കര മിറാക്കിൾസ് ഒക്കെ സംഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഭയങ്കര അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ തന്നെ നന്നാക്കാം. എന്നാൽ തന്നെ ഇദ്ദേഹത്തെ എന്തിനാണ് ഈ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൈ ഇപ്പം ഇഫ് സംബഡി സപ്പോർട്ട് മീ, ഒന്നെങ്കിൽ എന്നിൽ എന്തെങ്കിലും ഭയങ്കര കഴിവുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടു. അതുപോലെ ഫാൻസ് അല്ലേ, ഫാൻസ് ഉണ്ടെങ്കിലും ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നടക്കും. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഉബൈദ് ബ്ലോഗർ, അദ്ദേഹത്തിന് 2.2 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതൊക്കെയും അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് എക്സ്പെഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഫോണിൻ്റെ അകത്ത് അവരുടെ ഒരു ഫോമുണ്ട്. ഇതിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നത് ഫുൾ നെയിം. ആ എക്സ്പെഡിഷനിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ട്യൂസ്ഡേ 10 PM അവരുടെ ക്ലാസ് നടക്കുന്നത്. അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ടെലഗ്രാമിൻ്റെ യൂസർ നെയിം, ഓക്കെ, ടെലഗ്രാമിൻ്റെ യൂസർ നെയിം, മൊബൈൽ നമ്പർ, മൊബൈൽ നമ്പറിന് ടെലഗ്രാം ആപ്പിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വയസ്സ്, ജോലി, ഇന്ത്യ ആണോ അതോ GCC ആണോ അതോ മറ്റേതെങ്കിലും കൺട്രി ആണോ എന്നുള്ള കൺട്രി. ഇനി ഈ ഒരു ലിമിറ്റഡ് സീറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് ഒരു അക്കൗണ്ട് നമ്പർ, പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്പർ ഇവരിൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് 50,999 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. അത് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്യണം. 50,999 രൂപ ഒരു വർഷത്തേക്കാണ് ആ പേയ്മെൻറ്റ് എന്നുള്ളതിന് അത് മാർക്ക് ചെയ്യണം. പിന്നെ ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ UTR നമ്പർ, റെഫറൻസ് നമ്പർ അത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസർ നെയിം. നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ പേര്, ഇൻട്രൊഡ്യൂസറിൻ്റെ ഫോൺ നമ്പർ, ഈ 2 കാര്യങ്ങൾ അതും കമ്പൽസറി ഫീൽഡാണ്. മാൻഡേറ്ററി എന്ന് നമ്മൾ പറയില്ലേ, ഫീൽഡ് ചെയ്യാതെ ആ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? വളരെ സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അതായത് അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ, എക്സ്പെഡിഷൻ എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വ്യക്തി ആരാണ്, അവരുടെ ഫോൺ നമ്പർ എന്താണ്, ഈ ഒരു ചോദ്യം അവിടെ വരുന്നു. ഇറ്റ്സ് എ റെഫറൽ പ്രോഗ്രാം, നത്തിങ് മോർ. കാരണം ഇതൊരു റെഫറൽ പ്രോഗ്രാമാണ്. ആ പരിചയപ്പെടുത്തിയ വ്യക്തി എന്തിനു വേണ്ടിയാണ് ഇത്ര എഫേർട്ട് എടുക്കുന്നത്? നമ്മളിവിടെ പല MLM കമ്പനികളെയും കണ്ടു അല്ലേ, ഒരുപാട് MLM കമ്പനികളെ നമ്മൾ ഈ കേരളത്തിൽ കണ്ടു. ഈ കൊച്ചു കേരളത്തിലെ
പ്രബുദ്ധരായ മലയാളികളെ പറ്റിച്ചുകൊണ്ട് കോടികൾ മുക്കിക്കൊണ്ട് മുങ്ങിയ മോറിസ് കോയിൻ അടക്കം, നിഷാദ് കിളിയെടുക്കലടക്കം കോടികൾ പറ്റിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് മുങ്ങിയ തമേസ് ബേയ് അടക്കം, അതുപോലെ അങ്ങനെ ഒരുപാട് RMB അങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. ഈ പറഞ്ഞ പേര് പറയാൻ പറ്റുന്ന FTM, RMB അങ്ങനെ ഒരുപാട് കമ്പനീസ് ഇവിടെ വന്ന ആളുകളെ പറ്റിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവരെല്ലാം ചെയ്തത്, നിങ്ങൾ ഒരാളെ കൊണ്ടുവരൂ, ഞങ്ങൾ നിങ്ങളുടെ താഴേക്ക് വരുന്ന ആളുകളുടെ അനുസരിച്ച് നിങ്ങൾക്ക് പെർസെൻറ്റേജ് തരാം, ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞു. സെയിമാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ 50,999 രൂപ ഒരിക്കലും മൊഹ്സാൻ എന്ന് പറയുന്ന സനീബ് മേടിച്ച് കഴിക്കുന്നതെന്നല്ല. അതിൻ്റെ താഴേക്ക് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ ഇതിലേക്ക് എത്തുന്ന മഹാരഥന്മാരുണ്ടല്ലോ, എത്തിക്കുന്ന മഹാരഥന്മാർ, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നല്ലൊരു തുക ഇതിൻ്റെ അത് ചിലവഴിക്കുന്നുണ്ട്. അവർ ഞാനിവരുടെ ഗ്രൂപ്പിൽ കയറി കമൻറ്റ് ഇട്ടതിന് ശേഷം ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇവരെന്നെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് മൊഹ്സാൻ ഭയങ്കര മിറാക്കിൾ കാണിക്കും, നിങ്ങൾ നശിച്ചു പോകും, തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വാട്സപ്പ് നമ്പർ പിറ്റേ ദിവസം, അതായത് ഞാൻ വേറെ അൺഒഫീഷ്യലി എൻ്റെ ഒരു ന്യൂസ് കേരള എന്ന് പറയുന്ന നമ്മുടെ പോർട്ടലിൽ യൂസ് ചെയ്യുന്ന നമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ ഇവരോട് സംസാരിച്ചത്. ഇവർ കുത്തിയിരുന്ന് അത്രയും പേര് റിപ്പോർട്ട് അടിച്ചിട്ട് എൻ്റെ നമ്പർ പിറ്റേ ദിവസം ബാനായി. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു എന്ന റീസൺ കാണിച്ചുകൊണ്ട് അവർ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചു, അൺവാൻറ്റഡ് മെസ്സേജ് അയച്ചു എന്നൊക്കെ ഉള്ള റീസൺ കാണിച്ചിട്ട് അവരെനിക്ക് റിപ്പോർട്ട് മേടിച്ചു തന്നു. പക്ഷേ അറിയാം, വാട്സപ്പിൻ്റെ റിവ്യൂസും പോളിസീസും അതിപ്പോൾ ഞാൻ ചെയ്താലും 10 പേരുടെ നമ്പറിലേക്ക് 10 പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അവർക്ക് റിപ്പോർട്ട് കൊടുത്താലും ആ നമ്പറിൽ കുറച്ച് ആളുകൾ അധികമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ ആസ് പെർ ദ വാട്സപ്പ് പോളിസി വാട്സപ്പ് ഒരു 24 മണിക്കൂറത്തേക്ക് ആ നമ്പർ ഒന്ന് പിക്ക് ചെയ്യും. എൻ്റെ നമ്പർ അങ്ങനെ പിക്ക് ചെയ്തു. പക്ഷേ ഐ എം എ ടെക്നിക്കൽ പേഴ്സൺ, എനിക്കറിയാം വാട്ട് വിൽ ബി ഹാപ്പൻഡ്, നെക്സ്റ്റ് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും ഞാൻ വാട്സപ്പിന് റിവ്യൂ കൊടുത്തു. ദിസ് ഇസ് മൈ ബിസിനസ് നമ്പർ, അവിടെ എന്താണ് നിങ്ങൾ നിങ്ങളുടെ പോളിസി വയലേറ്റ് ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ കണ്ടതെന്ന് എനിക്ക് റിപ്പോർട്ട് തരുമെന്ന് ഞാൻ വാട്സപ്പിനോട് പറഞ്ഞു. വിത്തിൻ അവേഴ്സ് എൻ്റെ നമ്പർ എനിക്ക് റീസ്റ്റോർ ആയി കിട്ടി. അപ്പോൾ അവർ എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് ഇതിനകത്ത് കളിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പേജുകൾ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പേജുകളുണ്ട്. ഈ പേജുകളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99 രൂപയ്ക്കും 999 രൂപയ്ക്കും ഒക്കെ കൊടുത്തിരുന്ന ആ കോഴ്സുകളിൽ അദ്ദേഹം പഠിച്ച സ്വായത്തമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പം മെൻ്റലിസം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനതൊക്കെ എൻ്റെ ലൈഫിലേക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ വർഷങ്ങളായിട്ട് ആളുകളുടെ സൈക്കോളജി എന്താണ്, ആളുകൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത്, സമാധാനം കിട്ടേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കൂടെ നിൽക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു സ്പിരിച്വൽ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ ദൈവമായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ള, ഈ ദൈവമായിട്ട് കാണുന്ന ആളുകളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, അയാൾക്കൊരു പനി വന്ന അയാൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, മരുന്ന് മേടിക്കേണ്ടി വരും. അയാൾ നിങ്ങളെക്കാളും ചിലപ്പോൾ വീക്കായി പോകുന്നൊരു മനുഷ്യനായിരിക്കും ഹെൽത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാളെയൊക്കെയാണ് നിങ്ങൾ ദൈവമാക്കി പൊക്കി തലയെ വയ്ക്കുന്നത്. പ്രാർത്ഥിക്കുന്നതിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ഈ ഇസ്ലാം മതം മക്കയിലേക്ക് അവതരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഈ ഇസ്ലാം മതം പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ലാത്തയും ഉസ്സയും അടക്കമുള്ള ഒരുപാട് വിഗ്രഹങ്ങളെ ആരാധിച്ചപ്പോഴും ഈ മനുഷ്യരുടെ കാര്യങ്ങൾ നടന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ ലോജിക്ക് ഇതിൻ്റെ അകത്ത്. ആ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന സമയത്തും ഇവരുടെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇതിനെ ആരാധിച്ചില്ല എങ്കിലും അവരുടെ കാര്യങ്ങൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ കോടീശ്വരന്മാരെ നോക്കിയാൽ ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ അമ്പലത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ഒന്നും പോകുന്നുണ്ടാവില്ല. കാര്യം അവരുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അവർ. അല്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി എന്താണ്, അടുത്ത ബിസിനസ് എന്താണ്, അടുത്ത മൊഡ്യൂൾ എന്താണ്, ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഭയങ്കര ബിസി ആയിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക പോലുമില്ല. അപ്പോൾ ശരിക്കും ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ഒരു മിഡിൽ റേഞ്ചിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ടൂളായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെയൊക്കെ ഒരു ടൂളാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനെ പോലും കച്ചവടം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനെതിരെ 2 വാക്കെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ തിന്മ കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുക എന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത്രയും ഓപ്പണായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ലോകത്ത് ഇവിടെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ് അസുഖങ്ങൾ വരുന്നത്. അതിലേതെങ്കിലും ഒരു കുട്ടിയുടെ അസുഖം അയാൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. പക്ഷെ അയാൾ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും, പണത്തിൽ നിന്നും ചികിത്സിച്ച് മോഡേൺ സയൻസ് ഉപയോഗിച്ച്, മെഡിസിൻസ് ഉപയോഗിച്ച് അയാൾക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണമാല എടുക്കാൻ എനിക്കും പറ്റും. ഒരുപാട് ട്രിക്കുകളും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരാളുടെ പേര് കണ്ടെത്താൻ എനിക്കും പറ്റും. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ മുന്നിൽ നടക്കുന്ന ഒരു പ്രീ ഷോ, അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് പൈസ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ അകത്ത് 50,999 വരും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? അതാണ് ഏറ്റവും കോമഡി. അവൻ പറഞ്ഞ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊഹ്സാൻ ഒരു കൊട്ടാരത്തിലെ രാജാവാണ്, രാജാവിനെ കാണണമെങ്കിൽ ഫീസ് കൊടുക്കണമെന്ന്.
എന്തല്ലേ പറയുക. അപ്പോൾ എന്തായാലും മൊഹ്സാനെ, മൈസ്റ്റിക് മൊഹ്സാൻ എന്ന സനീബെ, നിങ്ങൾ പണ്ട് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ബിസിനസ്സാണ്. അതായത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാവരുത്. മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറയുമ്പോഴും ഇത്തരം നിങ്ങളുടെ ഉടായിപ്പുകളിൽ കുറേ ആളുകൾ, ഒരു പറ്റം ആളുകൾ വീണു പോകുന്നു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാവരും പൊട്ടന്മാരാണെന്ന്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് കമൻറ്റുകൾ വരുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണണ്ട. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ്. നമ്മളും ഇതുപോലെ ഒരുപാട് ബ്രാൻഡുകളെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് എക്സാക്റ്റ് ആയിട്ട് അറിയാം. ഹൈഡ് കമൻറ്റും ഡിലീറ്റ് കമൻറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ കമ്പനീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് അവരുടെ ബിസിനസ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് കാണുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കാൻ മാത്രം പറയുന്നു എന്ന് പറയുമ്പോഴും തെറി വിളിക്കുന്ന ഒരു കമൻറ്റെങ്കിലും അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ചെയ്യുക, ജസ്റ്റ് അത് അവിടെ ഇട്ടേക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറി വിളിക്കുന്ന ഒരാളെങ്കിലും, ഈവൻ ഞാനെങ്കിലും ഉണ്ടെന്ന് ഈ ജനങ്ങളൊന്ന് കണ്ടോട്ടെ. അപ്പോൾ ഇത്രയുമാണ് മിസ്റ്റർ മുഹ്സാൻ എന്ന സനീപിനോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊക്കെ ഏറ്റെടുക്കുമല്ലോ അല്ലേ? ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ കാണാം.